ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്ലീഹ നോമ്പ് 5-ാം ദിവസ ധ്യാനം. വിശ്വാസത്തിൻ്റെ പരീക്ഷണങ്ങൾ. കൊടുങ്കാറ്റിലും ക്രിസ്തുവിൽ തന്നെ ആശ്രയം. പ്രിയ ക്രിസ്തുവിശ്വാസികളെ, സ്ലീഹ നോൻപിൻ്റെ 5-ാം ദിവസത്തിൽ നാം ധ്യാനിക്കുന്നത് വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളിൽ ഒന്നാണ്. പരീക്ഷണങ്ങളുടെ നടുവിലും കർത്താവിൽ ആശ്രയിക്കുക. നമ്മുടെ ജീവിതം പലപ്പോഴും ശാന്തമായ കടൽ പോലെ അല്ല. അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ, നിരാശകൾ, ഏകാന്തത, ഭയങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ കടലിൽ ഉയരുന്ന തിരകളാണ്. എന്നാൽ ഒരു സത്യം നാം മറന്നു പോകരുത്. കൊടുങ്കാറ്റിൻ്റെ ശക്തിയേക്കാൾ വലുതാണ് നമ്മോട് കൂടെ നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ശക്തി. പ്രിയ ദൈവമക്കളെ, പത്രോസിൻ്റെ വെള്ളത്തിന്മീതെയുള്ള നടത്തം അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഒരു രാത്രി ശിഷ്യന്മാർ വഞ്ചിയിൽ കടൽ കടക്കുകയായിരുന്നു. ശക്തമായ കാറ്റും തിരകളും അവരുടെ ഹൃദയത്തിൽ ഭയം നിറച്ചു. അപ്പോൾ യേശുതമ്പുരാൻ വെള്ളത്തിന്മേൽ നടന്ന് അവരുടെ അടുക്കലേക്ക് വരികയാണ്. ഭയപ്പെട്ട ശിഷ്യന്മാരോട് യേശുതമ്പുരാൻ പറയുന്നു, ധൈര്യമായിരിപ്പീൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. അങ്ങനെയാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നാം കാണുന്നത്. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, അതങ്ങാണെങ്കിൽ വെള്ളത്തിന്മേൽ അങ്ങയുടെ അടുക്കലേക്ക് വരുവാൻ എന്നോട് കൽപ്പിക്കണമേ എന്നാണ്. യേശുതമ്പുരാൻ ഒരു വാക്കു മാത്രം പറഞ്ഞു, വരിക. ആ ഒരു ഒറ്റ വാക്കിൽ ആശ്രയിച്ച് പത്രോസ് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിന്മീതെ നടക്കുകയാണ് യേശുതമ്പുരാന്റെ അരികിലേക്ക്. അസാധ്യമായി തോന്നിയ കാര്യം സാധ്യമായി മാറി. കാരണം പത്രോസ് തൻ്റെ ശക്തിയിലല്ല, യേശുതമ്പുരാൻ പറഞ്ഞ ആ വചനത്തിലാണ് അവൻ ആശ്രയിച്ചത്. വരിക. സംശയവും വിശ്വാസവും. എന്നാൽ ഒരു നിമിഷം പത്രോസിന്റെ ശ്രദ്ധ യേശുതമ്പുരാനിൽ നിന്ന് മാറി കൊടുങ്കാറ്റിലേക്ക് ആയിപ്പോയി. ശക്തമായ കാറ്റും വലിയ തിരകളും കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ടു. അപ്പോൾ അവൻ മുങ്ങിത്തുടങ്ങി. അപ്പോൾ അവൻ നിലവിളിച്ചു, കർത്താവേ, എന്നെ രക്ഷിക്കണമേ. ഉടനെ യേശുതമ്പുരാൻ കൈ നീട്ടി അവനെ പിടിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിബിംബമാണ്. പ്രിയ ദൈവമക്കളെ, പ്രശ്നങ്ങളുടെ വലിപ്പം നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസം തളർന്നു പോകും. എന്നാൽ യേശുവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുമ്പോൾ നമ്മുടെ പ്രത്യാശ അത് തിരികെ വരും. പ്രിയ ദൈവമക്കളെ, വിശ്വാസം എന്നത് പ്രശ്നങ്ങളില്ലാത്ത ഒരവസ്ഥയല്ല. എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുവിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ് വിശ്വാസം. അവിടെ യേശുതമ്പുരാന്റെ ഒരു കരുതലുമുണ്ട്. പത്രോസ് മുങ്ങിത്തുടങ്ങിയപ്പോൾ യേശുതമ്പുരാൻ അകലെയിരുന്നു നോക്കിയില്ല. അവിടുന്ന് ഉടൻ കൈ നീട്ടി അവനെ പിടിച്ചു, അവനെ രക്ഷിച്ചു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ. നാം വീഴുന്ന നിമിഷങ്ങളിലും, നാം തകർന്നു പോകുന്ന സമയങ്ങളിലും, നാം കണ്ണുനീരൊഴുക്കുന്ന രാത്രികളിലും ക്രിസ്തുവിൻ്റെ കരങ്ങൾ നമ്മെ താങ്ങുന്നു. പ്രിയ ദൈവമക്കളെ, ചിലപ്പോൾ നാം ഒരുപക്ഷെ ചോദിച്ചേക്കാം, കർത്താവേ, അങ്ങ് എവിടെയാണ്? എന്നാൽ സത്യത്തിൽ അവിടുന്ന് നമ്മുടെ കൊടുങ്കാറ്റിനുള്ളിൽ തന്നെ നിൽക്കുകയാണ്. കാറ്റിനെ ശാന്തമാക്കുന്ന കർത്താവാണ് നമ്മുടെ ജീവിതത്തെയും നയിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ ധ്യാന സന്ദേശം, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കൊടുങ്കാറ്റുണ്ടോ? ഭയത്തിൻ്റെ കൊടുങ്കാറ്റ്, രോഗത്തിൻ്റെ കൊടുങ്കാറ്റ്, ബന്ധങ്ങളുടെ കൊടുങ്കാറ്റ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ കൊടുങ്കാറ്റ്. അങ്ങനെയെങ്കിൽ ഓർക്കുക, കൊടുങ്കാറ്റ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ
അവസാനമല്ല പ്രിയ ദൈവമക്കളെ. അത് ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുന്ന ഒരു അവസരമാണ്. പത്രോസിനെ പോലെ നമുക്കും കർത്താവിനോട് പറയാം, കർത്താവേ എന്നെ രക്ഷിക്കണമേ. ആ പ്രാർത്ഥന ഒരിക്കലും അവിടുന്ന് അവഗണിക്കുകയില്ല പ്രിയ ദൈവമക്കളെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ജീവിതത്തിലെ എല്ലാ കൊടുങ്കാറ്റുകളിലും അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. സംശയിക്കുന്ന നിമിഷങ്ങളിൽ വിശ്വാസവും, ഭയപ്പെടുന്ന സമയങ്ങളിൽ ധൈര്യവും, വീഴുന്ന നിമിഷങ്ങളിൽ അങ്ങയുടെ കൈയുടെ കരുതലും ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. പത്രോസിനെ പിടിച്ചുയർത്തിയ അതേ കരങ്ങൾ തമ്പുരാനെ ഞങ്ങളെയും ഇന്ന് പിടിച്ചുയർത്തണമേ. അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിച്ചു ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സർവ്വതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.